ഇതിപ്പോ നമ്മളവിടെ ഒരു അർജന്റീന ടീം വരാൻ പോകുന്നതിന് ഒരു വെൽക്കമിംഗ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ മെസ്സിക്കും ടീമിനും സ്വാഗതം ചെയ്തുകൊണ്ട് റോട്ടറി കൊച്ചിൻ കോസ്മോസിന്റെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോ കായിക മേഖല വളരെ കണക്റ്റഡ് ആണല്ലോ, നമ്മുടെ ഹെൽത്തുമായി കണക്റ്റഡ് ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഇവന്റുമായി ബന്ധപ്പെട്ട്? ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മെസ്സിയുടെ കാര്യത്തിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. വെള്ളമുണ്ട് അവിടെ. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗത്തൊരു ഇനിഷ്യേറ്റീവും പങ്കെടുക്കാനുള്ള ഒരു ശ്രമവും ഒക്കെ ഈ പരിപാടിയിൽ ഉണ്ടാവുമോ? ഇല്ല, ഞങ്ങൾ അതിൻ്റെ ഒരു പാർട്ട്ണർ തന്നെ ആയിരിക്കും. എൻ്റെ ഒരു ചാനൽ പാർട്ട്ണർ ആയിരിക്കും റോട്ടറി ക്ലബ് കൊച്ചിൻ കോസ്മോസ്. മെസ്സിയുടെ സാഗ കറക്റ്റ്. അതിനകത്ത് ഞങ്ങളൊരു പാർട്ട്ണർ തന്നെ ആയിരിക്കും കൊച്ചിൻ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ കോസ്മോസ്. ശ്രുതി, നമുക്ക് പുറകോട്ട് കാണാം വലിയൊരു ആൾക്കൂട്ടമുണ്ട്. ഇവരുടെ ഈ കൊച്ചിൻ റോട്ടറി കൊച്ചിൻ കോസ്മോസിന്റെ ഭാഗമായുള്ള അംഗങ്ങളായിട്ടുള്ള നിരവധി ആളുകളാണ് ഇന്നത്തെ ഈ വാക്കത്തോണിൽ പങ്കെടുക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം വലിയൊരു ജനക്കൂട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്നത്തെ ദിവസം ലോക ഹൃദയ ദിനമാണ്. സ്വാഭാവികമായും ലൈഫ് സ്റ്റൈൽ കൊണ്ടും നമ്മുടെ ഫുഡ് ഹാബിറ്റ് കൊണ്ടും ഒക്കെ ഹൃദയത്തിന്റെ ആരോഗ്യം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു മെസ്സേജ് നൽകുന്ന ഒരു വാക്കത്തോൺ അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതുതന്നെയാണ് ഈ വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ കളക്ടറും പറഞ്ഞു വെച്ചത്. ഇന്നത്തെ ഈ വാക്കത്തോൺ ഇവിടെ നിന്നും ആരംഭിച്ച് ഇനി ഗസ്റ്റ് ഹൗസ് പരിസരത്തേക്ക്, എറണാകുളം ഗസ്റ്റ് ഹൗസ് പരിസരത്തേക്കാണ് പോവുക. അവിടെ നിന്നും പൈനാട്സ് വഴി ഗസ്റ്റ് ഹൗസ് പരിസരത്തേക്ക് എത്തി യു ടേൺ എടുത്ത് വീണ്ടും തിരിച്ച് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ അവസാനിക്കുകയാണ്. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്നാണ് ഈ വാക്കത്തോൺ ആരംഭിക്കുകയും ചെയ്തത്. നമുക്ക് കാണാം ഒരുപാട് ആളുകൾ ഇന്നത്തെ ഈ വാക്കത്തോണിന്റെ പങ്കാളികളാവുകയാണ്. ഇന്നത്തെ ഈ വാക്കത്തോൺ വലിയൊരു മെസ്സേജ് കൊടുക്കുകയാണല്ലോ, സൊസൈറ്റിക്ക് വലിയൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അതെ അതെ, ഇപ്പോഴത്തെ ആൾക്കാർ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉള്ള ആൾക്കാർക്ക് ഇതൊരു മെസ്സേജാണ്. ഇത് ചെയ്തുകൊണ്ട് സ്ഥിരമായി നടന്നു കഴിഞ്ഞാൽ കുറച്ച് ആക്ടിവിറ്റി, കലക്ടർ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണം, എന്നാലേ മുന്നോട്ടുള്ള ഒരു ഹെൽത്തിയും ആയിട്ട് നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. 4K ആഫ്റ്റർ 40 ആണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന മോട്ടോ. അതിപ്പോ 40 വരെ കാത്തു നിൽക്കേണ്ടെന്നാണ് കളക്ടർ പറഞ്ഞത്. അതെ 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 അതെ, യു ഷുഡ് എല്ലാ പ്രാവശ്യവും എല്ലാ ഏജിലും ആക്റ്റീവായി നിൽക്കണം. ആ കോച്ചും അങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആക്റ്റീവായിട്ട് നിൽക്കണം. ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ അത് നേരിട്ട് എന്താ പറയുക, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞു തന്നിരുന്നത്. ഇപ്പോൾ വാക്കത്തോണിൽ 40+ ഉള്ളവർ മാത്രമല്ല, അതിന് കുറഞ്ഞവരും ഉണ്ട്. ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ നമുക്ക് കാണാം, അങ്ങോട്ട് നോക്കിയാൽ കാണാം കുട്ടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇതാ 4K ആഫ്റ്റർ 40 ആണ്. എല്ലാവരും 40 ആയ ആളുകളല്ല അല്ലേ? 40 ബിലോ ആയ ആളുകളും ഇന്നത്തെ ഈ വാക്കത്തോണിൽ ഉണ്ട് എന്നതാണ്. എന്തായാലും അതിഗംഭീരമായ ഒരു ദിവസമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മുന്നോട്ട് വെക്കുന്ന മോട്ടോയും ഗംഭീരമാണ്. നമ്മൾ റോട്ടറി കൊച്ചിൻ കോസ്മോസ് ഇത് 9ാമത്തെ വർഷമാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഞങ്ങളിത് മാത്രമല്ല, ഇതിൻ്റെ കൂടെയായിട്ട് നിർധനരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോജനീഷ്യൽ ഹാർട്ട് ഡിസീസ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് സർജറീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് റോട്ടറി. ഇതോടെ നമ്മൾ 1000 സർജറീസ് കംപ്ലീറ്റ് ചെയ്തു അമൃത ഹോസ്പിറ്റലുമായിട്ട് ചേർന്നിട്ട്. അപ്പോൾ സാധാരണ ഈ ദിവസം ജസ്റ്റ് ഒരു പ്രൊമോട്ടിംഗ് ഫോർ ഗുഡ് ഹെൽത്ത് മാത്രമല്ല, ഞങ്ങൾ ഇതിൻ്റെ പ്രൊസീഡ്സ് ആൻഡ് ഫണ്ട്സ് ഉപയോഗിച്ചിട്ട് വി ആർ സപ്പോർട്ടിംഗ് ദ കോസ് ബൈ ഗിവിംഗ് ഫ്രീ ഹാർട്ട് സർജറീസ് ഉണ്ട്, ഹാർട്ട് കെയർ, അതുപോലെ തന്നെ ഈ എന്താ പറയുക CPD ട്രെയിനിങ് പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രോഗ്രാംസും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. സോ ഇതുപോലെ കൊച്ചിയിൽ റീസെന്റ് ആണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു മെസ്സേജ് കൂടി കൊടുക്കേണ്ടതുണ്ടല്ലോ. ഈ ഹാർട്ട് നമ്മൾ ദാനം ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് കൂടി കൊടുക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ഉണ്ടോ? തീർച്ചയായിട്ടും ഓർഗൻ ഡൊണേഷൻ റോട്ടറിയുടെ വൺ ഓഫ് ദ പ്രയോറിറ്റീസ് ആണ്. അപ്പോൾ ഓർഗൻ ഡൊണേഷൻ പ്രൊമോഷൻ ഓൾറെഡി ഉണ്ട്. ഞങ്ങളുടെ തന്നെ റൊട്ടേറിയനാണ് ശ്രീ കൊച്ചോസഫ് ചിറ്റിലപ്പള്ളി. അദ്ദേഹമാണ് ഈ ഓർഗൻ ഡൊണേഷൻ പ്രോഗ്രാം സ്പീർഹെഡ് ചെയ്യുന്നത്. മാത്രമല്ല കിഡ്നി ഡൊണേഷൻ, അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കിഡ്നി ഫൗണ്ടേഷൻ ഉണ്ട്. സോ വി ആർ ഓൾറെഡി പ്രൊമോട്ടിംഗ്. റോട്ടറിയുടെ എല്ലാ ഇവന്റിലും ഓർഗൻ ഡൊണേഷൻ ഫോംസ് ഉണ്ട്. അവിടെ വെച്ചിട്ട് നമ്മൾ ഓർഗൻ ഡൊണേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞതുപോലെ ഒരു വാക്കത്തോൺ എന്നതിനപ്പുറത്തേക്ക് നിരവധിയായ മുദ്രാവാക്യങ്ങൾ, നിരവധിയായ മെസ്സേജുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് റോട്ടറി കൊച്ചിൻ കോസ്മോസ് ഈ പറഞ്ഞ വാക്കത്തോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഓർഗൻ ഡൊണേഷൻ ഉൾപ്പെടെയുള്ള നിരവധിയായ പരിപാടികൾ റോട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഇപ്പോഴിതാ എന്തായാലും പുലർന്നു വരുന്ന കൊച്ചിയിൽ ഈ പുലർക്കാലത്തിൽ അതിഗംഭീരമായ ഒരു കാഴ്ച എന്തായാലും ഇന്നത്തെ ഒരു കാലത്ത് സമൂഹത്തിന് വലിയ ഒരു മെസ്സേജ് നൽകുന്ന ഒരു കാഴ്ചയാണ് 4K ആഫ്റ്റർ 40. ഇതെല്ലാവരോടും നമുക്ക് പറയാനുള്ളതാണ്. ഏറ്റവും കുറഞ്ഞത് 4 കിലോമീറ്ററെങ്കിലും നിങ്ങൾ 40ലേക്ക് എത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ ഓടുക, നടക്കുക, നിങ്ങളുടെ ശരീരത്തിന് ആ നിലയിലൊരു അധ്വാനം കൊടുക്കുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് എന്തായാലും ഇവർ മുന്നോട്ട് വെക്കുന്ന മോട്ടോ. എന്തായാലും തുടർന്നുകൊണ്ടിരിക്കുകയാണ് റോട്ടറി കൊച്ചിൻ കോസ്മോസിന്റെ വാക്കത്തോൺ. അല്പസമയം മുമ്പ്
പ്രിയങ്ക ജി IAS ഉദ്ഘാടനം ചെയ്ത് ഫ്ലാഗ് ഓഫ് ചെയ്ത വാക്കത്തോൺ ഇപ്പോൾ ഇതാ ഈ കൊച്ചിയുടെ വഴികളിലൂടെ അതാ ഇപ്പോൾ ഉണർന്നു വരുന്നതേ ഉള്ളൂ, ആളുകളൊക്കെ എത്തുന്നതേ ഉള്ളൂ. അവിടെ നിറഞ്ഞ് ഒരു ജനക്കൂട്ടം ഇതാ നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശ്രുതി, ശരി. 4K ആഫ്റ്റർ 40 ആണ് റോട്ടറി കൊച്ചിൻ കോസ്മോസും റിപ്പോർട്ടർ TVയും സംയുക്തമായാണ് ഈ വോക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് അലി അക്ബർ ഷാ നൽകിയത്.